നമസ്കാരം. നരേന്ദ്രമോദിയാണോ ഇന്ദിരാഗാന്ധിയാണോ കൂടുതൽ കരുത്തുറ്റ ഇന്ത്യൻ നേതാവ് എന്ന് ഇപ്പോൾ ഇരുപക്ഷവും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും അനുഭാവികളും കോൺഗ്രസ് അനുഭാവികളും ഇടതുപക്ഷ അനുഭാവികളും ചേരിതിരിഞ്ഞുകൊണ്ട് ഉള്ള ഒരു തർക്കത്തിലാണ്. നമുക്കറിയാം, പഹൽഗാം അറ്റാക്കിനെ തുടർന്ന് മതം ചോദിച്ചുകൊണ്ട് ഭീകരവാദികൾ പഹൽഗാമിൽ ഒരു 26 പേരെ കൊന്നൊടുക്കുകയും അതിനെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ തിരിച്ചടിച്ചു. യുദ്ധ സമാനമായ സാഹചര്യമായിരുന്നു. പാകിസ്ഥാനിലെ പല മേഖലകളും ഇന്ത്യ തകർത്തു. സ്വാഭാവികം ചില നഷ്ടങ്ങൾ നമുക്കറിയാം. നിരവധി ഡ്രോണുകൾ, അവ സ്ഫോടക വസ്തുക്കൾ ഉള്ളതും ഇല്ലാത്തതുമായി ഇന്ത്യയിലേക്ക് അവരയച്ചു. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ, അതിനെ തകർക്കാൻ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം അതുപയോഗിക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപ നമുക്ക് ചിലവഴി. കേവലം 10,000 രൂപ വിലയുള്ള ഡ്രോൺ വെച്ചാണ് അവര് നമ്മെ അറ്റാക്ക് ചെയ്തത്. നമുക്ക് എല്ലാത്തിനെയും തകർക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ അതിൽ ചെലവാക്കേണ്ടി വന്നു. നമുക്കും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വിജയം കൃത്യമായിട്ട് അവരുടെ കിരാന ഹിൽസ് എന്ന് പറയുന്ന അവരുടെ ആണവ പോർമുന അല്ലെങ്കിൽ ആണവ സങ്കേതം പോലും ആക്രമിക്കാൻ നമുക്ക് കഴിഞ്ഞു. ആണവ വികരണം ഉണ്ടാകും എന്ന ഭയത്തെ തുടർന്ന് അവരുടെ ആ പ്രദേശങ്ങളിലുള്ള ജനവാസ പ്രദേശങ്ങളിൽ, അതിനടുത്തുള്ള പ്രദേശങ്ങളിലെ ആളുകളെല്ലാം മാറ്റി താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിരർത്ഥകമായിട്ടുള്ള ഇത്തരം തർക്കങ്ങൾ. നമുക്കറിയാം, സാഹചര്യങ്ങൾ തുലോം വ്യത്യസ്തമാണ്. അന്നത്തെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ, ഇന്നത്തെ ഇന്ത്യയല്ല അന്നത്തെ ഇന്ത്യ. അന്ന് ശീതയുദ്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. 1965 യുദ്ധത്തിൽ നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിക്കുകയുണ്ടായി. കുറച്ചുകൂടി സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും ഒക്കെ അന്ന് പാകിസ്ഥാനായിരുന്നു കൂടുതൽ. കാരണം അമേരിക്കയും ബ്രിട്ടനുമെല്ലാം പാകിസ്ഥാനെയായിരുന്നു സഹായിച്ചിരുന്നത്. നമ്മെ സഹായിച്ചിരുന്നു സോവിയറ്റ് യൂണിയൻ, റഷ്യ സഹായിച്ചിരുന്നു എന്നുണ്ടെങ്കിലും അവരൊരു നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചത്. അവസാനമാണ് 7ാം കപ്പൽപ്പട നമ്മെ ആക്രമിക്കുവാൻ വരും എന്ന് പറഞ്ഞപ്പോഴാണ് കൃത്യമായിട്ട് ഇടപെടും എന്ന മുന്നറിയിപ്പ് റഷ്യ നൽകിയത്. പക്ഷെ ആ യുദ്ധത്തിന് ശേഷം നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തിരുന്നു. അതും തിരിച്ചു കൊടുക്കുകയാണ് 1971 യുദ്ധവിജയത്തിന് ശേഷം ഉണ്ടായത്. അത് മാത്രമല്ല, കൃത്യമായിട്ട് റഷ്യ, അതായത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന വലിയൊരു ലോകശക്തി, ഒരു വശത്ത് അമേരിക്കയും ഒരു വശത്ത് സോവിയറ്റ് യൂണിയൻ ചേർന്നുള്ള ഒരു ശീതയുദ്ധം നടക്കുകയായിരുന്നു. കൃത്യമായിട്ട് ഇന്ത്യയെ സോവിയറ്റ് യൂണിയൻ ഉപയോഗിക്കുകയായിരുന്നു. കാരണം അമേരിക്ക അന്ന് കൃത്യമായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയും ഇന്ത്യയെ സോവിയറ്റ് യൂണിയൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കൃത്യമായിട്ട് ഇന്ത്യൻ വിജയം സോവിയറ്റ് യൂണിയന്റെ വിജയമായിട്ടാണ് ആഘോഷിക്കപ്പെട്ടത്. ശരിക്കും ലോകക്രമത്തിൽ കുറച്ചുകൂടി അവരുടെ അധീശത്വം അരക്കിട്ടുറപ്പിക്കുവാൻ റഷ്യക്ക് അതിലൂടെ കഴിഞ്ഞു. അവരുടെ ആയുധങ്ങൾ ഇന്ത്യ കൃത്യമായിട്ട് ഉപയോഗിച്ചു. അമേരിക്കയ്ക്ക് ചെറിയൊരു തിരിച്ചടിയും ഉണ്ടായി. അതുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യയെ ആക്രമിക്കാൻ 7ാം കപ്പൽപ്പടയുമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിച്ചത്. അത് കൃത്യമായി തടയാൻ സോവിയറ്റ് യൂണിയന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി, പക്ഷെ അതിനുമപ്പുറം ആരുടെയൊക്കെയോ ചരടുവലികൾക്കനുസരിച്ചായിരുന്നു ഇന്ദിരാഗാന്ധി അന്ന് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ചില വേദനാജനകമായിരുന്ന, അതിനുശേഷം ഇന്ത്യ പട്ടാളം ജയിക്കുകയും രാജ്യം തോൽക്കുകയും ചെയ്ത ഒരു അവസരം, രാജ്യത്തിന്റെ നയങ്ങൾ, നിലപാടുകൾക്ക് തിരിച്ചടി ഉണ്ടാകുകയും ചെയ്ത ഒരു തീരുമാനമായിരുന്നു അതിനുശേഷം ഉണ്ടായത്. നമുക്കറിയാം, ഈ 93,000 പാകിസ്ഥാൻ പട്ടാളക്കാരെയാണ് ഇന്ത്യ യുദ്ധ തടവുകാരായി പിടിച്ച് എടുത്തത്. 1971 യുദ്ധത്തില് 154 ഇന്ത്യൻ സൈനികർ പാകിസ്ഥാന്റെ തടവിലായിരുന്നു. 3,843 ഇന്ത്യൻ പട്ടാളക്കാരുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. എത്രയോ സിവിലിയൻസിന്റെ ജീവൻ വേറെയും. ഇങ്ങനെ നമുക്ക് ഇന്ത്യക്ക് നഷ്ടങ്ങളുണ്ടായ ഒരു യുദ്ധമാണത്. പക്ഷെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഇന്ദിരാഗാന്ധി ഏറെ കരുത്തുറ്റ ഒരു സ്ത്രീയാണെന്ന് പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, അന്നത്തെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു അടച്ചിട്ട റൂമിൽ സുൽഫിക്കർ അലി ഭൂട്ടോ എന്ന് പറയുന്ന അവിടുത്തെ പാകിസ്ഥാനിലെ ഭരണാധികാരിയുമായി ചർച്ച നടത്തി അതിനുശേഷം ഒരു കരാർ ഒപ്പിടുകയുണ്ടായി. ഒരു കരാർ ഒപ്പിടുകയുണ്ടായി, യുദ്ധവിരാമ കരാർ. ആ കരാർ പ്രകാരം 93,000 പട്ടാളക്കാർ, നമ്മുടെ കസ്റ്റഡിയിലുണ്ടായ 93,000 പട്ടാളക്കാരെ തിരിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ
അതിൽ 193 യുദ്ധ കുറ്റവാളികളായി പ്രഖ്യാപിച്ച പാകിസ്ഥാൻ പട്ടാളക്കാരെയും കൊടുത്തപ്പോൾ പാകിസ്ഥാൻ പിടിച്ചുവെച്ച, പാകിസ്ഥാൻ തടവിലാക്കിയ 154 പട്ടാളക്കാർ, ഇന്ത്യൻ പട്ടാളക്കാർ, നമ്മുടെ ജീവനിൽ ജീവനായ പട്ടാളക്കാർ, അവരുടെ ഭാവി എന്താവും, അവരെ മോചിപ്പിക്കണമെന്നൊരു ക്ലോസ് പോലും വെക്കാൻ തയ്യാറായില്ല. നരകിച്ചൊടുങ്ങി പാകിസ്ഥാനിലെ അറിയപ്പെടാത്ത ഏതോ തടവറയിൽ കടന്ന് ധീരന്മാരായ പട്ടാളക്കാർ. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഒരു നെറികെട്ട തീരുമാനത്തിന് പ്രകാരം 3 മണിക്കൂർ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബേനസീർ ഭൂട്ടോയാണ് പിന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ന് കരുതുക. ഇവിടെ നരേന്ദ്രമോദിയും ബേനസീർ ഭൂട്ടോയും 3 മണിക്കൂർ അടച്ചിട്ട റൂമിൽ ചർച്ച നടത്തുന്നു. അതിനുശേഷം അടച്ചിട്ട റൂമിൽ 3 മണിക്കൂർ അടച്ചിട്ട റൂമിൽ മറ്റാരും ഇല്ലാതെ ചർച്ച നടത്തുന്നു. അതിനുശേഷം ബേനസീർ ഭൂട്ടോ എല്ലാം നരേന്ദ്രമോദി പറഞ്ഞതനുസരിച്ചുള്ള ക്ലോസുകൾ പാകിസ്ഥാൻ ജയിച്ചു നിൽക്കുകയാണെന്ന് കരുതുക. എന്നിട്ട് പോലും ഇന്ത്യ പറഞ്ഞതനുസരിച്ച്, നരേന്ദ്രമോദി പറഞ്ഞതനുസരിച്ചുള്ള നിലപാടുകൾക്ക് ഒരു കരാറിൽ വരിക. അങ്ങനെ വരികയാണെങ്കിൽ ഈ കോൺഗ്രസ്സുകാർ എന്തായിരിക്കും പറയുക? അതിനെക്കുറിച്ച് എന്ത് ഭാഷ്യങ്ങളാണ് ചമയ്ക്കുക? പക്ഷെ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് നമ്മുടെ ധീരയായ പ്രധാനമന്ത്രി എന്നല്ലാതെ ആരും കോൺഗ്രസിനെ വിമർശിക്കുന്നവർ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരെ അവഹേളിക്കുവാൻ തയ്യാറായിട്ടില്ല. അവരുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന MO മത്തായിയുടെ പുസ്തകത്തിൽ അവരെ കുറിച്ച് വളരെ മോശമായ പരാമർശങ്ങളുണ്ടെങ്കിലും ആരും അത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാനും തയ്യാറായിട്ടില്ല. ഒരു സ്വഭാവ വൈകല്യമുള്ള, അമിത ലൈംഗികാസക്തിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് പോലും അത് ഒരാളും മുഖവിലക്കെടുക്കുകയോ ചർച്ച ചെയ്യുകയോ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം പറയട്ടെ. നമ്മൾ ഇപ്പോഴും ഓരോ ഭാരതീയനും വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒരു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ആ ബഹുമാനം എന്നും നിലനിൽക്കട്ടെ. ആ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, 1971 ശേഷം ആ യുദ്ധ വിജയത്തിന് ശേഷം ഉണ്ടായ കരാറിൽ ഇന്ത്യക്ക് ദോഷകരമായിരുന്നു. ആ കരാർ ഇന്ത്യക്ക് ദോഷകരമായിരുന്നു എന്ന് പറയാതെ വയ്യ. പക്ഷെ വളരെ വലിയ ഒരു നെഗോഷിയേറ്ററാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത് ഇന്ന് ലോക പോലീസായ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപാണ്. വലിയ വിലപേശലുകാരനാണെന്ന് നരേന്ദ്രമോദി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഏറ്റവും കരുത്ത് കാണിക്കുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. പക്ഷേ നമുക്കറിയാം, ഈ ലോകക്രമത്തിൽ 2047 വികസിത രാജ്യമാകണമെന്ന ഒരു ചിന്തയോടുകൂടി, ഒരു ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഭാരതത്തിന് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുക അത്ര നല്ലതല്ല, അതിന്റെ ഭാവിക്ക് നല്ലതല്ല. ഒരു എല്ലാ അർത്ഥത്തിലും നശിച്ചുപോയ പാകിസ്ഥാന് അത് ആവാം, പക്ഷെ ഇന്ത്യക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ നിഷ്പ്രയാസം നമ്മൾ അവരെ പഠിപ്പിക്കാനുള്ള എല്ലാ പാഠങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതിനും അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടത്, നോക്കൂ, INS വിക്രാന്തിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്, ഞാൻ രാഘവനാണെന്ന് ചോദിച്ചുകൊണ്ട് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് കോഴിക്കോടുള്ള ഒരു ആബിദ് എന്ന് പറയുന്ന ഒരാൾ വിളിച്ചിരിക്കുന്നു. അതിനുശേഷം അയാൾ അറസ്റ്റിലായിരിക്കുന്നു. INS വിക്രാന്തിന്റെ ലൊക്കേഷൻ എന്തിനാണ് സുഹൃത്തുക്കളെ? അപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ആഭ്യന്തര ശത്രുക്കളുണ്ട്. അത്തരം ഒരു രാജ്യത്ത് ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഇവിടെ ഒരു ആഭ്യന്തര കലാപമൊക്കെ സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിക്കും, ധാരാളമായി സാധിക്കും. ഇന്ത്യൻ മണ്ണിൽ കടന്നു കയറി 26 ആളുകളെ മതം ചോദിച്ചു കൊന്നപ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരുന്ന സാംസ്കാരിക നായകൾ എന്നല്ല, സാംസ്കാരിക നായകൾ എന്ന് തന്നെ അവരെ വിശേഷിപ്പിക്കട്ടെ. അവർ ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിച്ചു ആക്രമിച്ചപ്പോൾ, അങ്ങോട്ട് അവരുടെ ഭീകരകേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ ഇവിടെ യുദ്ധം വേണ്ട എന്നുള്ള വലിയ വിളി തുടങ്ങി. അപ്പോൾ നമുക്കിടയിൽ തന്നെ നമുക്ക് ശത്രുക്കളുണ്ട്. അതുകൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് പോകുന്നത് എല്ലാ അർത്ഥത്തിലും ചിന്തിച്ചുകൊണ്ടാവണം എന്നതാണ് പറയാനുള്ളത്. വ്യർത്ഥമായിട്ടുള്ള ഇയാളാണോ കരുത്തൻ എന്നുള്ള ചർച്ച വേണ്ട. രാജ്യത്തെ നയിച്ച ഓരോ ഭരണാധികാരികളും രാജ്യത്തിന് നല്ലതേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇടക്കാലത്തെ അഴിമതി സാർവത്രികമായിരുന്നു. കോൺഗ്രസ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ എല്ലാ കാലത്തും നമ്മുടെ പ്രതിരോധ ബജറ്റും അല്ലെങ്കിൽ പ്രതിരോധ പർച്ചേസിങ്ങിലും, പ്രതിരോധ സാമഗ്രികൾ വാങ്ങിക്കുന്ന, വിദേശത്തു നിന്ന് പ്രതിരോധ സാമഗ്രികൾ, ആയുധങ്ങളും പടക്കപ്പലുകളൊക്കെ വാങ്ങിക്കുന്ന കരാറുകളിൽ ബോഫോഴ്സ് അടക്കം ഉള്ള വലിയ അഴിമതി ഉണ്ടായിരുന്നു ആ കോൺഗ്രസിന്റെ കാലത്ത്. ഏറ്റവും കാരണം
ഈ ആയുധ വാങ്ങൽ കരാറുകളിലാണ് ഏറ്റവും അധികം അഴിമതി കാണിച്ചത്. ഈ രാജ്യത്ത് എത്രയോ പുറകോട്ട് നടത്തി. AK ആന്റണിയുടെ കാലത്ത് നമുക്കറിയാം, ആയുധ കരാറുകളിൽ ഒപ്പിടാൻ പോലും, അതിനുള്ള ചർച്ചയ്ക്ക് പോലും ഭയന്നിരുന്നു. കാരണം പ്രതിച്ഛായ നഷ്ടമുണ്ടാകും. ഈ അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ ഒരു പർച്ചേസിങ് നടത്താതെ, അല്ലെങ്കിൽ ആയുധം നമുക്ക് ശേഖരിച്ചു വെക്കാതെ, നമ്മളുടെ ആയുധ കരുത്ത് കൂട്ടാൻ പോലും തയ്യാറാക്കാതെ അഴിമതി ആരോപണം വരുമെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നിരുന്നു ഈ കോൺഗ്രസ് സർക്കാരുകൾ. അങ്ങനെയാണ് ഇന്ത്യ പല മേഖലയിലും ദുർബലമായത്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് NDA സർക്കാർ വന്നതിന് ശേഷമാണ് പ്രതിരോധ മേഖലയ്ക്ക് വലിയ കരുത്ത് നൽകുന്ന തീരുമാനങ്ങളുണ്ടായത്. കുറച്ചുകൂടി ആത്മാഭിമാനത്തോടെ ശിരസ് ഉയർത്തി നിൽക്കാൻ ഇന്ത്യൻ സൈനികന് സാധിച്ചത്. അതിനു മുമ്പൊക്കെ നമുക്കറിയാം, ഇന്ത്യൻ പട്ടാളക്കാർ മരിച്ചു കഴിഞ്ഞാൽ ഒരു പെട്ടി വരും, അവരുടെ ഡ്രസ്സും ഒരു ഇന്ത്യൻ പതാകയുമായി വന്നിരുന്നത്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കാർഗിൽ യുദ്ധ സമയത്താണ് എത്രയോ പെട്ടെന്ന് ശവപ്പെട്ടിയിൽ അവരുടെ ആദരവോടുകൂടി അവരുടെ നാട്ടിലേക്ക് അവരുടെ മൃതശരീരങ്ങൾ അവർ ജനിച്ചു വളർന്ന മണ്ണിലേക്ക് എത്തിയത്. അതിൽ പോലും ആ ഒരു യുദ്ധം നടന്ന ആ പർച്ചേസിംഗിൽ പോലും അഴിമതി ആരോപണം നടത്തി ജോർജ് ഫെർണാണ്ടസ് എന്ന ഒരു ധീരനായ നമ്മുടെ ഭരണാധികാരിയെ വേട്ടയാടി. പക്ഷെ കോടതി തന്നെ അത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. എല്ലാ കാലത്തും എന്നൊക്കെ NDA സർക്കാർ, BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ പ്രതിരോധ മേഖലയ്ക്കും സൈനികർക്കും കരുത്തുണ്ടായിട്ടുണ്ട്. ആ കരുത്തിന്റെ പ്രതിഫലനം തന്നെയാണ് പാകിസ്ഥാന് മേൽ നൽകിയ ഇന്ന് നമുക്കുണ്ടായ വിജയം. അത് ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. യുദ്ധം വിജയിക്കുമ്പോൾ രാജ്യത്തിന് നഷ്ടമുണ്ടാവുകയില്ല, ഇന്ന് രാജ്യത്തിന് നേട്ടമുണ്ടാകുന്ന രീതി. അത് കാർഗിൽ സമയത്താണെങ്കിലും ഈ പഹൽഗാമിന് ശേഷം ഉണ്ടായ സിന്ദൂർ ഓപ്പറേഷന്റെ സമയത്താണെങ്കിൽ രാജ്യത്തിന് നേട്ടം മാത്രമാണ് ഉണ്ടായത്. കാരണം ഇന്ത്യൻ ആയുധങ്ങൾ ലോക വിപണി നേടുന്ന ഒരു അവസരമായി ഇത് മാറിയിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഇന്ത്യക്ക് നേട്ടം തന്നെയാണ്. അത് പ്രകാരം തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും, ഒരു കാതം ഇന്ദിരാഗാന്ധിയെക്കാളും മുന്നിലാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.